ജസ്ന സലീം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്, കുറച്ച് നാളുകളല്ല അല്ലേ, കുറേ നാളുകളായിട്ട് കേരളത്തിലെ മലയാളികളെ മുഴുവനും പറ്റിച്ച് നടക്കുന്ന ഒരു പെൺകുട്ടി. ഞാൻ ചെയ്യുന്നത് മുഴുവനും ശരിയാണ്, ഞാൻ ചെയ്യുന്നതൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു വിജയത്തിന് മുഖവുമായി നടക്കുന്ന ഒരു പെൺകുട്ടി ജസ്ന സലീം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഗുരുവായൂർ അമ്പലത്തിന് മുന്നിൽ പോയി കാണിച്ച കോപ്രായങ്ങളൊക്കെ എല്ലാ ഹിന്ദു മതത്തിനെയും വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. കാരണം അമ്പലനടയിൽ പോയി കേക്ക് മുറിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളും ഇതുവരെയും ചെയ്തതായിട്ട് എൻ്റെ ഓർമ്മയിലുമില്ല. ആരും പറഞ്ഞതായിട്ട് കേൾക്കുന്നില്ല അല്ലേ. അതിൻ്റെ മുമ്പിൽ പോയിട്ട് കേക്ക് മുറിക്കുമ്പോൾ ഹിന്ദു മതത്തിൽപ്പെട്ട സ്ത്രീകൾ തന്നെ അവരുടെ മുമ്പിൽ പോയി വായ തുറന്ന് കാണിച്ച് ഈ കേക്കും കഴിച്ചിട്ടാണോ ഇവർ അമ്പലത്തിലോട്ട് പോകുന്നത്? അല്ലെ അവർ പറഞ്ഞു കൊടുക്കണ്ടേ ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ളത്? അപ്പൊ എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? സാധാരണ നമ്മൾ ദൂരെ നിന്ന് യാത്ര ചെയ്ത് വരുമ്പോൾ ബസ്സിലോ ട്രെയിനിലോ അങ്ങനെയൊക്കെയല്ലേ വരുന്നത്. ആ സമയത്ത് നമ്മൾ അവിടെ ഒരു മുറിയെടുത്ത് അവിടുന്ന് കുളിച്ച് പുതിയ വസ്ത്രമൊക്കെ ധരിച്ചിട്ടാണ് നമ്മൾ അമ്പലങ്ങളിൽ കയറുന്നത്. അത്രയും ഒരു പരിശുദ്ധിയോടുകൂടിയാണ് ഹിന്ദു മതസ്ഥർ ഗുരുവായൂർ അമ്പലത്തെ കാണുന്നത്. അപ്പോൾ ഹിന്ദു മതത്തിലുള്ളവർക്ക് ഒരുപാട് വേദനയോടും സങ്കടത്തോടും കൂടിയാണ് പലരും ഇത് നോക്കിക്കാണുന്നത്. ചിലവർക്കത് പറയാനോ എതിർക്കാനുള്ള കഴിവുണ്ട്, ചിലവരതൊക്കെ മൗനമായി നോക്കിക്കാണുന്നു. അപ്പോൾ ഈ ജസ്ന സലീം എന്ന് പറയുന്ന പെൺകുട്ടി പറ്റിക്കുന്നത്, വഞ്ചിക്കുന്നത് രണ്ട് മതസ്ഥരെയുമാണ്, ഹിന്ദു മതത്തെയും മുസ്ലിം മതത്തെയും. കാരണം മുസ്ലിം മതത്തിൽ ജനിച്ച ഒരു പെൺകുട്ടി, മുസ്ലിം മതവിശ്വാസിയായി ജീവിക്കുന്ന ഒരു പെൺകുട്ടി എങ്ങനെയാണ് ഹിന്ദു മതത്തിലുള്ള കൃഷ്ണനെ ആരാധിക്കുന്നത്? ഏറ്റവും വലുതായിട്ട് ഹിന്ദു മതസ്ഥർ പറയുന്നത് ഏകദൈവത്തിൽ മാത്രമേ വിശ്വസിക്കാവുന്ന, അവർ ഏകദൈവത്തിൽ മാത്രമേ വിശ്വസിക്കുള്ളൂ. അങ്ങനെയുള്ള ഒരു മുസ്ലിം മതം വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു പെൺകുട്ടി എങ്ങനെ കൃഷ്ണനെ ആരാധിക്കുന്നു? അത് രണ്ടും ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും മുസ്ലിം മതത്തിൽ അവര് അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല. എനിക്കറിയാവുന്നത് അങ്ങനെയാണ്. അപ്പോ ഏകദൈവത്തിൽ, അതും വിഗ്രഹാരാധന, അതൊന്നും മുസ്ലിം മതസ്ഥർക്ക് പാടില്ലാത്തതാ. അപ്പൊ ഇവൾ എങ്ങനെ കൃഷ്ണന്റെ ഫോട്ടോ വെച്ചിട്ട് ആരാധിക്കുന്നത്? എങ്ങനെ? എൻ്റെ കണ്ണൻ അത് കണ്ടു, എൻ്റെ കണ്ണൻ ഇങ്ങനെ കണ്ടു, എൻ്റെ കണ്ണനാണ് എനിക്ക് കാട്ടിത്തന്നത് എന്നെങ്ങനെ ഇവൾക്ക് പറയാൻ പറ്റും? കൂടാതെ എല്ലാ ബർത്ത്ഡേക്ക്, ശ്രീകൃഷ്ണ ജയന്തിക്കൊക്കെ വന്ന് ഹാപ്പി ബർത്ത്ഡേ കണ്ണ എന്നൊക്കെ വിളിച്ചു പറയാൻ ഇതൊക്കെ ആരാ അനുവാദം കൊടുത്തത്? എങ്ങനെയാണ് ഇവൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി അമ്പലത്തിലെ അധികാരികളെയൊക്കെ കാണുന്നത്? അതൊക്കെ ഒരു വലിയ അത്ഭുതത്തിലാണ് എല്ലാവരും നോക്കി കാണുന്നത്. പിന്നെ കണ്ണന്റെ ചിത്രം വരക്കുന്നതിലും ആർക്കും ഒരു എതിർപ്പില്ല. ആർക്കും ആരുടെ ചിത്രം വേണമെങ്കിലും വരക്കാം. പക്ഷെ ഒരു കാര്യമുള്ളത്, ഈ പെൺകുട്ടി കൃഷ്ണന്റെ ചിത്രം മാത്രമേ വരക്കുള്ളൂ എന്നുള്ളതാ. അങ്ങനെ ഒരു കലാകാരി ഉണ്ടോ? ഒരു ചിത്രം, ഒരു കണ്ണന്റെ ചിത്രം വരക്കുന്ന പെൺകുട്ടിക്ക് എല്ലാ ചിത്രങ്ങളും വരക്കാൻ അറിയണം അല്ലേ? ഒരു ചിത്രം മാത്രം ഫോളോ ചെയ്തിട്ട് വരക്കുന്ന ഒരാളെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അതും ഒരേ രീതിയിലുള്ള കണ്ണം മാത്രം, വേറെ ഒരു ദൈവത്തിൻ്റെതോ അല്ല വേറെ ഒന്നും വരക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുന്നില്ല. എപ്പോഴും സംശയിക്കുന്ന ഒരു കാര്യം, ഈ പെൺകുട്ടി വരക്കുന്നതല്ല ഈ ചിത്രം എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇതിങ്ങനെ വരക്കുന്നു, കൊണ്ടേ കൊടുക്കുന്നു. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടുന്നത്, അവൾ പറഞ്ഞു പബ്ലിക്കിൽ വരക്കുമ്പോൾ കൈ വിറക്കുമെന്ന്. വേണ്ട, 12 മണിക്കൂർ നിസ്കാരം പോലും മാറ്റിവെച്ച് 2 നിസ്കാരവും ഒരുമിച്ച് ചെയ്തിട്ട് ആ സമയത്ത് പോലും കണ്ണന് വേണ്ടി മാറ്റിവെക്കുന്ന ഈ പെൺകുട്ടിക്ക് 12 മണിക്കൂർ കണ്ണനെ വരക്കാൻ നിൽക്കുന്ന പെൺകുട്ടിക്ക് ലൈവായിട്ട് ലോകത്തിനെ കാണിച്ചു കൊടുക്ക്. ഞാനാണിത് വരക്കുന്നത്, ഞാൻ തന്നെയാണിത് വരക്കുന്നത്, ഒരു വെല്ലുവിളിയായി എടുത്തിട്ട് അങ്ങനെ കാണിച്ചു കൊടുക്ക്. അതവള് തയ്യാറല്ല. അപ്പൊ ഇതിൽ എന്തോ ഒരു കൃത്രിമത്വം എന്തായാലും ഉണ്ട്. കൂടാതെ ഇപ്പോൾ കരഞ്ഞുകൊണ്ട് ആൾക്കാർ കുറ്റപ്പെടുത്തുമ്പോൾ വളരെ അഭിനയത്തിന്റെ ഒരു കരച്ചിലോടുകൂടി പറയുന്നുണ്ട്, ഞാൻ എന്തു തെറ്റാണ് ചെയ്തത്? ഹിന്ദു മതസ്ഥർക്ക് വിളക്ക് വെക്കാനുള്ള അവസരം ഞാൻ ഉണ്ടാക്കി കൊടുത്തതോന്ന്. അപ്പൊ ഈ പെൺകുട്ടി കുറച്ച് നാളുകളായിട്ട് കൃഷ്ണന്റെ ചിത്രം വരക്കുന്നതിന് മുമ്പ് ഹിന്ദു മതസ്ഥരെല്ലാം വിളക്ക് വെക്കാതെയാണോ ജീവിച്ചത്? അല്ലെങ്കിൽ ആരാണ് ഇവളുടെ ചിത്രം കൊണ്ട് വിളക്ക് വെക്കുന്നത്? എനിക്കറിയുന്ന ആരും ഇവളുടെ കയ്യിൽ നിന്നൊരു ചിത്രം വാങ്ങി ഇത്രയും വലിയൊരു ചിത്രം കണ്ണന്റെ മുമ്പിൽ വെച്ചിട്ട് വീടുകളിൽ വിളക്ക് വെക്കുന്നതായിട്ട് നമുക്കറിയുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഈ പെൺകുട്ടി ഇതൊക്കെ പറയുന്നത്? എന്തൊരു ധൈര്യത്തിലാണ് ഇത് വന്നിട്ട്? ഇവൾക്ക് ആരെയും പേടിയില്ല, ഹിന്ദു മതത്തെയും പേടിയില്ല, മുസ്ലിം മതത്തെയും പേടിയില്ല. കാരണം മുസ്ലിം മതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിഗ്രഹാരാധന പാടില്ല, ഏകദൈവത്തിൽ മാത്രമേ വിശ്വസിക്കാൻ പാടുള്ളൂ എന്നുള്ളത്.
അപ്പോൾ ഇപ്പോൾ ജഡ്ജിയും അതിനൊരു ഒരു കാര്യം പറയുന്നുണ്ട്. ഇത് ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ളൊരു കാര്യം. അതെങ്കിലും അനുസരിക്കുമോ എന്നുള്ളത് നമുക്ക് നോക്കി കാണേണ്ടിയിരിക്കുന്നു അല്ലേ? എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതൊരു നാടകീയമായ അഭിനയത്തിൽ കൊണ്ടെത്തിച്ച് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. എന്തിനാണ് എന്നെ ഹിന്ദു മതസ്ഥരിങ്ങനെ എതിർക്കുന്നത് എന്നൊക്കെയാ ചോദിക്കുന്നത്. കൂടെ എന്തോ ഒരു ബന്ധം പിന്നെ ആങ്ങളെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പയ്യൻ എപ്പോഴും കൂടെയുണ്ട്. ഒരു ഗുണ്ട പോലെയാണ് ആ പയ്യനെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. കാരണം അന്ന് ഗുരുവായൂർ അമ്പല നടയിൽ വെച്ചിട്ട് വഴക്ക് കൂടിയതും പ്രശ്നങ്ങളാക്കിയതും ഒക്കെ എല്ലാവരും കണ്ടതാ. പിന്നെ ഇതിനു മുമ്പ് ഒരു ആത്മഹത്യാ ശ്രമമൊക്കെ നടത്തി പല കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഹണി ട്രാപ്പ് അതൊക്കെ പോട്ടെ. പടം വരച്ച് ജീവിക്കലാണ് അവളുടെ ജീവിതത്തിലെ ഒരു അരി ആഹാരമൊക്കെ വാങ്ങിക്കാനുള്ള ഒരു പൈസ എന്നുണ്ടെങ്കിൽ പടം വരക്കട്ടെ. പക്ഷെ അമ്പലനടയിൽ അമ്പലത്തിന്റെ മുന്നിലൊക്കെ പോയിട്ട് ഇങ്ങനെ കാണിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യവുമില്ല. ഹരി പത്തനാപുരം പറഞ്ഞതുപോലെ ഷർട്ടിടാതെ അമ്പലത്തിൽ കയറാൻ പാടില്ല എന്നുള്ളത് ഹരിക്ക് ഇഷ്ടമല്ലാഞ്ഞിട്ടും ഹരി അമ്പലനടയിൽ പോകുന്നില്ല. അങ്ങനെ എങ്കിൽ ഞാൻ ഷർട്ട് ധരിച്ചിട്ടേ പോവുള്ളൂ എന്നല്ല പറയുന്നത്. ഷർട്ട് ധരിക്കാതെ പോവാൻ ഇഷ്ടമില്ലാത്ത ഞാൻ അമ്പലത്തിൽ പോകുന്നില്ല. അതുപോലെ ഇത് എല്ലാവർക്കും എതിർക്കുന്നതാണെങ്കിൽ ഞാൻ പോകണ്ട. കൃഷ്ണന് വീട്ടിലിരുന്ന് വരക്ക, എവിടെ വേണമെങ്കിലും വിൽപ്പനയ്ക്ക് വെക്കാമല്ലോ ഈ പടങ്ങള്. ആരും പടം വരക്കണ്ട എന്ന് പറയുന്നില്ലല്ലോ. പിന്നെ എന്തോ ഒരു എയിം ഉള്ളതുപോലെയാണ് ഈ പെൺകുട്ടിയുടെ കളിയിൽ നിന്നൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇതിൽ പിന്നിൽ എന്തെങ്കിലും ഗൂഢമായ ഒരു ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കണ്ടുപിടിക്കും. കാരണം ഇതെല്ലാവരും ഇപ്പം വളരെ ഗൗരവത്തിലെടുത്തിരിക്കുക അല്ലേ? കാത്തിരുന്ന് കാണാം.